കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പി. സീറ്റുകൾ വർദ്ധിച്ചത് CPM സഹായം കൊണ്ടെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിൽ വാർഡ് വിഭജിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞതാണെന്നും പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ സീറ്റ് വർദ്ധിച്ചതല്ലാതെ ജില്ലയിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാണ് നേരിട്ടതെന്നും പ്രവീൺകുമാർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാണ്. പ്രത്യേകിച്ച് വാർഡ് വിഭജനം. കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ കുറഞ്ഞ വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ബി.ജെ.പി കൂടിയത്. പക്ഷേ 6 സീറ്റ് അധികം പിടിച്ചു. എന്താണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ ഒരു പക്ഷേ ബി.ജെ.പിയുടെ വാട്ടർലൂ ആവുമെന്ന്. ഏതാണ്ട് സത്യമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 6 സീറ്റ് കൂടിയതൊഴിച്ചാൽ ഈ ജില്ലയിലെ ലോക്കൽ ബോഡിയിൽ എണ്ണം കുറഞ്ഞിരിക്കുന്നു, വോട്ട് കുറഞ്ഞിരിക്കുന്നു, വോട്ടിംഗ് ശതമാനം കുറച്ചിരിക്കുന്നു. പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയത് ബി.ജെ.പി ജയിച്ച ഓരോ വാർഡിലും വോട്ടർമാർ എണ്ണം എടുക്കുക, UDF മത്സരിച്ചതും UDF ജയിച്ചെടുക്കുക. അത് ബി.ജെ.പിക്ക് ജയിക്കാൻ വേണ്ടി കൊണ്ട് CPM വാർഡ് വെട്ടിമുറിച്ചു കൊടുത്താണ്. അതായത് ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ച ഒരു വാർഡിലെ വോട്ടാണ് ബി.ജെ.പി ജയിച്ച 3 വാർഡിൽ ആകെയുള്ളത്. അതുകൊണ്ട് ബി.ജെ.പിക്ക് ജയിക്കാൻ വേണ്ടിക്കൊണ്ട് സൗകര്യത്തിനായി വാർഡ് വെട്ടിമുറിച്ചു കൊടുത്തു CPM എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ കാര്യം സത്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ബി.ജെ.പിക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, CPMൻ്റെ സഹായത്തോടു കൂടി കുറച്ച് കൗൺസിലർ എണ്ണം കൂടി. ആ ബി.ജെ.പി വിജയത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി CPM ആണ്. CPMൻ്റെ ലാഭം എന്തായിരുന്നു അപ്പം? കാരണം കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കുക, UDFൻ്റെ എണ്ണം കുറയ്ക്കുക. അതായത് UDF ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വെട്ടിമുറിച്ച്, കാരണം CPM ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല. CPM ഞങ്ങൾ വെട്ടിമുട്ടി ജയിക്കില്ല. ആ ഘട്ടങ്ങളിലൊക്കെ ആങ്ങളെ ചത്താലും വേണ്ടിയില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നയമെടുത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കൗൺസിലർമാരുടെ എണ്ണം കുറയ്ക്കാനായി ബി.ജെ.പിക്കായി വെട്ടിമുറിച്ചു കൊടുത്തു. ബി.ജെ.പിക്കായി വെട്ടിമുറിച്ചു കൊടുക്കുക മാത്രമല്ല, ചിലയിടങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ടും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണമാണ് പുതിയറ, പാറോപ്പടി, മാവൂർ റോഡ്, ചാലപ്പുറം, ഇവിടങ്ങളിലൊക്കെ വെട്ടിമുറിച്ചു കൊടുത്തത് മാത്രമല്ല CPM വോട്ടെടുത്ത് ബി.ജെ.പിയുടെ ഈ 6 കൗൺസിൽ എന്നുള്ള കേവല നേട്ടത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ നഗരത്തിലെയും ജില്ലയിലെയും CPMനാണ്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ കാര്യമല്ലേ, ഒന്ന് വാർഡ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഒറ്റ UDFകാരനെ വെച്ചില്ല. മാത്രമല്ല അശാസ്ത്രീയമായ വാർഡ് വിഭജനം. ചില വാർഡുകളിൽ 13,000 വോട്ട്, ചിലയിടങ്ങളിൽ 4,000 വോട്ട്, 3,900 വോട്ട്. ഇതിന് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിനൊരു നിരവധിയായ പരാതിയും കൊടുത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവ് ഇലക്ഷൻ കമ്മീഷനോട് പരിശോധിക്കാനാണ്. പക്ഷേ ആ പരിശോധന ഉണ്ടായില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമല്ല, പുറം ലോകത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു പരിഹാരം ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ വാർഡ് വെട്ടിമുറിച്ചിട്ടും അശാസ്ത്രീയമായി വെട്ടിമുറിച്ചിട്ടും ഇങ്ങനെയൊക്കെ കൃത്രിമങ്ങൾ വോട്ടർ പട്ടിക കാണിച്ചിട്ടും കരട് പട്ടികയിലുള്ള വോട്ടുകൾ പലതും അന്തിമ പട്ടിക വന്നപ്പോൾ ഇല്ലാതാക്കിയിട്ടുമാണ് UDFൻ്റെ വിജയം. സത്യം പറഞ്ഞാൽ ജയിച്ചത് ഈ നഗരസഭയിൽ UDF ആണ്.